എല്ലാവരും പറയുന്ന കേൾക്കാം മണ്ണ് ചതിക്കില്ല എന്നുള്ളത്. പക്ഷേ വെറുതെ പറയുന്നതാണ്, മണ്ണ് ചതിക്കും എപ്പോൾ നിങ്ങൾ മണ്ണറിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒന്നും കൂടി ദ ഫാം സിൻഡിക്കേറ്റ് അടുത്ത എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് സോയിൽ ടെസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഞാനിപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ മണ്ണറിയണം. മണ്ണിൽ എത്രത്തോളം ന്യൂട്രീഷൻസ് ഉണ്ട് എന്നും ഇത് എത്രത്തോളം നല്ല മണ്ണാണെന്നും അറിയണം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സോയിൽ ടെസ്റ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ഐഡിയ ഇല്ല സോയിൽ ടെസ്റ്റിങ്ങിനെ പറ്റി, അത് എവിടെ നിന്ന് ചെയ്യാമെന്നുള്ളത്. ആരൊക്കെയോ പറഞ്ഞു കേട്ടറിഞ്ഞു, കൃഷിഭവനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ കൃഷിഭവനിൽ പോയിട്ട് ചോദിക്കാൻ പോവാണ് എങ്ങനെയാണ് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. അവർ പറയുന്നത് പോലെ ഞാൻ സോയിൽ സാമ്പിൾ എടുക്കണം. 2-3 സ്ഥലത്തുനിന്ന് സാമ്പിൾ എടുത്ത് അത് ഉണക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാലേ നമുക്ക് എന്തൊക്കെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെ കൃഷി നമുക്കിവിടെ പറ്റുന്നുള്ളൊരു കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഈ ഫുൾ എപ്പിസോഡ് നമ്മൾ സോയിൽ ടെസ്റ്റിങ്ങിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ അടുത്താണുള്ളത്. നമ്മൾ സോയിൽ ടെസ്റ്റിനെ പറ്റിയാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൃഷിഭവനിലൊക്കെ പോയിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി വന്നു. അപ്പോൾ അതുപ്രകാരം സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 6 സ്ഥലത്തുനിന്ന് 20 സെൻറ്റിമീറ്റർ വരെയുള്ള ഹൈറ്റിൽ മണ്ണും 20 തൊട്ട് 40 സെൻറ്റിമീറ്റർ വരെയുള്ള മണ്ണുമാണ് നമുക്ക് എടുക്കേണ്ടത്. റാൻഡമായിട്ടുള്ള 6 സ്പോട്ട്. എന്നിട്ട് അത് മൊത്തം ഫിൽറ്റർ ചെയ്ത് എല്ലും കല്ലും റൂട്ടൊക്കെ കളഞ്ഞ് 250 ഗ്രാം ഇവിടെ നമ്മുടെ ചെലവൂര് സോയിൽ ടെസ്റ്റ് ലബോറട്ടറി കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് പരിപാടി തുടങ്ങാം. ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് സാമ്പിള് 20 സെൻറ്റിമീറ്റർ മാത്രം എടുത്താൽ മതി. ബക്കറ്റ് എടുക്കുമ്പോൾ വേറെ കണ്ടാമിനേഷൻ ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. കാരണം ലാബിൽ ടെസ്റ്റിന് കൊടുക്കാനുള്ളതാണ്. കണ്ടാമിനേഷൻ ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ലെയർ ഫുൾ എടുക്കണം. താഴത്ത് നല്ല എടുക്കേണ്ടത് 0 to 20 സെൻറ്റിമീറ്റർ വരുന്ന ഈ ഒരു ലൈൻ മുഴുവനാണ് നമ്മൾ സാമ്പിളിന് എടുക്കുന്നത്. ടോപ്പ് സോയിൽ തൊട്ടിട്ട് ഏറ്റവും താഴത്തുള്ള സോയിൽ വരെ സാമ്പിൾ ഉണ്ടാവണം. സാമ്പിൾ 2 20 തൊട്ട് 40 വരെയുള്ള സെൻറ്റിമീറ്ററിലെ ഒരു സ്ലൈഡ്, ഒരു ഫുൾ സൈഡിലെയാണ് സാമ്പിൾ എടുക്കേണ്ടത്. 2 മിക്സ് ആവാതെ നോക്കണം. സോ സാമ്പിൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ സാമ്പിളും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. ഞാനിവിടെ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്ത് ഒരേ ക്വാണ്ടിറ്റിയിൽ ഓരോ തവണ എടുക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആദ്യം മണ്ണെടുത്ത ശേഷം കല്ലും വേരും അതേപോലെ അനാവശ്യമായിട്ടുള്ള എല്ലാം ക്ലീൻ ആക്കണം. ഒരു വേര് പോലും ഉണ്ടാവാൻ പാടില്ല. കല്ല് മൊത്തം പെറുക്കിയെടുത്ത് കളയുക. സോ കല്ലും മണ്ണൊക്കെ കഴിഞ്ഞാൽ മണ്ണ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ പരത്തുക.
സോ ഇതാണ് ആവറേജ് മണ്ണ്. ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുഴി പൊത്ത കുത്തി. സാമ്പിൾ എടുത്തു കഴിഞ്ഞു. ഇതിന് ശേഷം തണലത്തിട്ട് ഉണക്കണം. വെയിലത്ത് വെക്കരുത്. തണലത്തിട്ടൊന്ന് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ലബോറട്ടറി കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാം. സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണോ? അതൊന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. കൃഷി ഇഞ്ചിയും ഇപ്പം തെങ്ങ് ഓൾറെഡി നട്ടിട്ടുണ്ട്. കുറച്ച് സ്പേസിൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ സാമ്പിൾ എടുത്തതാണ്. ഒന്ന് 20 സെൻറ്റിമീറ്റർ, ഒന്ന് 40 സെൻറ്റിമീറ്ററും. സെയിം പ്ലോട്ട് തന്നെ. അല്ല, ഞാൻ 5 സ്ഥലത്തുനിന്ന് മിക്സ് ചെയ്ത് ഒരു സ്ലൈഡ് മൊത്തം എടുത്ത് ഒന്ന് 20 സെൻറ്റിമീറ്റർ വരെ ആഴം, മറ്റേത് 20 തൊട്ട് 40 വരെയുള്ള ആഴം. അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് കൊടുത്തിട്ട് 10 ദിവസമായിട്ടുണ്ട്. ജാനുവരി 26-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. 2 റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഞാൻ ആദ്യത്തെ 0 to 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ളതും, അതേപോലെ രണ്ടാമത്തത് 20 to 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ളതും. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. താഴത്തെ ലെയർ ഏകദേശം തെങ്ങിനെ കാൽക്കുലേറ്റ് ചെയ്തും മുകളിലത്തത് ഇഞ്ചിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ റിസൾട്ടിലേക്ക് വരാം. നമ്മളിപ്പോൾ റിസൾട്ട് എടുത്ത ശേഷം ഞാൻ ഈ റിസൾട്ടിൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ ഈ ഒരു ചിത്രത്തിലിടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ pH ലെവൽ കാണിച്ചിട്ടുള്ളത് 5.1 ആണ്. എന്ന് വെച്ചാൽ അസിഡിക്കാണ് നമ്മുടെ സോയിൽ വരുന്നത്. ഞാനിത് ടോപ്പ് സോയിലിൻ്റെ കാര്യമാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. അസിഡിക്കാണ് നമ്മുടെ സോയിൽ വരുന്നത്. സോ 5.1 എന്നുള്ളത് നമ്മൾ 7ലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ 6.5-ന് 7.5-ൻ്റെ അല്ലെങ്കിൽ ന്യൂട്രലാക്കണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കുറേ ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായി ഇട്ട് നമുക്ക് ആദ്യം മണ്ണ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. 189 kg/acre എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 10 സെൻറ്റിലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം 10 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറക്കരുത്, 18 കിലോ അല്ലെങ്കിൽ 19 കിലോ കുമ്മായും ഡോളമൈറ്റും ഇട്ട് മണ്ണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് ഞാൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ തുടങ്ങും. 20 ദിവസം ഞാൻ കുമ്മായി ഇട്ട് മണ്ണ് അങ്ങനെ വെക്കുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട്, ഇഞ്ചി കൃഷിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈദ്യുതി ചാലകത, എന്ന് വെച്ചാൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി അത് കുറവാണ്, 0.056 ആണ്. മൂന്നാമത്തെ കാര്യം പാചകജന്യം അല്ലെങ്കിൽ നൈട്രജൻ, ഇതിലുള്ള നൈട്രജൻ അല്ലെങ്കിൽ ഓർഗാനിക് കാർബൺ അതും കുറവാണ്, 0.009 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും കുറവാണ്, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. പിന്നെ വരുന്നതാണ് ഫോസ്ഫറസ് കൂടുതലാണ്, 39.20 ആണ് വാല്യൂ കാണിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് പൊട്ടാസ്യത്തിൻ്റെ അളവും കുറവാണ്, 89.04 ആണ് വന്നിട്ടുള്ളത്. ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ 115-ൻ്റെ താഴത്താണെങ്കിൽ കുറവ് എന്നും, അതേപോലെ 175-ൻ്റെ മുകളിലാണെങ്കിൽ കൂടുതലെന്നാണ് അർത്ഥം. നമുക്ക് കിട്ടിയുള്ള 89.04 ആണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ 39.20 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 24-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കൂടുതലാണെന്നാണ് അർത്ഥം. നമുക്കത് വളരെ കൂടുതലാണ്, അത് കുറയ്ക്കണം. നൈട്രജൻ്റെ കാര്യം 0.5-ൻ്റെ താഴത്താണെങ്കിൽ കുറവും, അതേപോലെ 1.5-ൻ്റെ മുകളിലാണെങ്കിൽ കൂടുതലെന്നാണ്. നമുക്കിവിടെ ഉള്ളത് 0.09 എന്ന് വെച്ചാൽ വളരെ കുറവാണ് നൈട്രജൻ. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ നമുക്ക് ഓർഗാനിക് സ്ലറിയും അതേപോലെ ജീവാമൃതമൊക്കെ വെച്ച് മണ്ണിനെ നമുക്ക് ന്യൂട്രീഷ്യസ് ആക്കി എടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമുക്ക് ഈ ഒരു കൃഷിക്ക് വേണ്ടി കൃഷി ഓഫീസർ ഏകദേശം നമുക്ക് പറഞ്ഞിട്ടുള്ളത് 1 ഏക്കർ സ്ഥലത്തിൻ്റെ കണക്കാണ് പറയുന്നത് 12 ടൺ. അപ്പോൾ നമുക്കിവിടെ വേണ്ട 1 ടൺ 1200 കിലോ ജൈവവളവും 83 കിലോ യൂറിയയും 39 കിലോ പൊട്ടാഷ്യമാണ് നമുക്ക് സോയിൽ ചേർക്കണം എന്നാണ് നമ്മളോട് കൃഷി ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 10 നമ്മളിവിടെ ചേർത്താൽ മതി. എന്ന് വെച്ചാൽ 1.2 ടൺ ജൈവവളം, 8.3 കിലോ യൂറിയ, പിന്നെ 3.9 കിലോ പൊട്ടാഷ്. ഇത്രയും സാധനമാണ് നമ്മുടെ അടുത്ത് കൃഷി ഓഫീസർ നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ഞാൻ എത്തുന്നതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മണ്ണിലുള്ള കാൽസ്യം 66.60 ഉള്ളൂ, അത് കുറവാണ്. നമ്മളപ്പോൾ കാൽസ്യത്തിന് വരെ ഡോളമൈറ്റ് ഇട്ടിട്ടാണ് കാൽസ്യവും അതേപോലെ pH ലെവലും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ഡോളമൈറ്റ് ഇട്ടിട്ട് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ മഗ്നീഷ്യം 57.84 ആണ്, അത് കുറവാണ്. സൾഫർ 10 ആണ് കാണിക്കുന്നത്, അത് ഇനഫാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബോറോൺ പറയുന്നത് 0.08 എന്നാണ്, അത് കുറവാണ്. അതുകൊണ്ട് തന്നെ 40 gram/cent ഇട്ടിട്ട് ബോറോക്സ് ഇട്ട് നമുക്കത് ഫിക്സ് ചെയ്യാനുണ്ട്. സിങ്ക് 2.21 ആണ്, അത് ഇനഫാണ്. അയേൺ ഇനഫാണ്, 21.44. നിങ്ങൾക്ക് ഓൾറെഡി കാണാം അയേൺ നല്ല രീതിയിലുള്ള സോയിലാണ്. മാഗ്നീസ് 7.7 ഇനഫാണ്, കോപ്പർ 2.69 ഇനഫാണ്. അതിനാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വളങ്ങൾ അടുത്ത 2 തവണയായിട്ടിട്ട് മണ്ണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. പ്ലസ് നമുക്ക് ഏകദേശം ഇവിടുത്തെ സോയിലിൻ്റെ ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ട്. നൈട്രജൻ വളരെ കുറവാണ്, അതാണ് ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. അതേപോലെ ബോറോണും കുറവാണ്. അതേപോലെ
ഫോസ്ഫറസും കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിമണ്ണിലേക്ക് പോയാൽ, ഏറ്റവും ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്ലത്വം കുറച്ചും കൂടി കൂടുതലാണ്, 5.2. മറ്റേത് 5.1 വന്നിടത്ത് ഇവിടെ 5.1 ആണ് വരുന്നത്. അത് തെങ്ങിന് പിന്നെയും 5.2 ആണെങ്കിൽ പോലും നമ്മൾ അഗെയിൻ 175 kg per acre. ഇത് നമുക്ക് ഏകദേശം 60 സെൻറ്റ് വരുന്നത് കാരണം അറൗണ്ട് 80 കിലോ കുമ്മായം എല്ലാ തെങ്ങിന് വിടണം. അത് ഒരു തെങ്ങിന് ഏകദേശം 25 കിലോ ജൈവവളവും അതേപോലെ 1.4 kg യൂറിയയും 1.1 kg രാജ്ഫോസും അതേപോലെ 2.34 കിലോഗ്രാം പൊട്ടാഷ്യം ഇട്ട് വേണം നമ്മൾ ഇപ്പോൾ തെങ്ങിന് വേണ്ട ബേസിക് അത് വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാൽസ്യവും കാര്യങ്ങളും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുള്ളത്. കാൽസ്യം കുറവാണ്, അതേപോലെ മഗ്നീഷ്യം കുറവാണ്, സൾഫർ ഓക്കെയാണ്, ബോറോൺ എഗെയിൻ കുറവാണ്, 40 gram/cent നമ്മൾ ഇടേണ്ടതാണ്. സിങ്ക്, അയൺ, മാഗ്നീസ്, കോപ്പർ ഇതെല്ലാം ഇനഫാണ്. സോ നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തെങ്ങിന് 3-4 തവണകളായിട്ടാണ് നമ്മൾ ഈ വളം ഇടേണ്ടത്. സോ ഇത്രയാണ് നമുക്ക് സോയിൽ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഈ ഫാമിൻ്റെ മണ്ണ് ഫലഭൂയിഷ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് തുടങ്ങാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ഗിവിംഗ് മീ ദിസ് മച്ച് ഡീറ്റെയിൽസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫാമിംഗ്.